ഹായ്. നാളെ ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് 8 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു നൃത്ത പരിപാടിയാണ് നാളെ ഉള്ളത്. അപ്പോൾ നാളെ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് കൊച്ചിയിൽ അവിടെ വെച്ചിട്ടാണ് ഇവന്റ് നടക്കുന്നത്. അപ്പം അതിൽ മോൾക്ക് ഒരു ഭാഗമാവാൻ കഴിഞ്ഞു. അപ്പം അതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പം നാളെയാണ് അതിൻ്റെ ഇവന്റ് വരുന്നത്, ഡിസംബർ 29-ന്. അപ്പോൾ നാളെ അതിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മേക്കപ്പും സാധനങ്ങളൊക്കെ റെഡിയാക്കി നാളെ നേരത്തെ പോകണം. അപ്പം മേക്കപ്പും സാധനങ്ങളൊക്കെ ബാഗിലെല്ലാം റെഡിയാക്കി വെക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പാറു വന്നിട്ട് ഓരോന്നും കുറുമ്പ് കാണിക്കുന്നുണ്ട്, വഴക്ക് പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ കുറച്ച് നേരത്തേന് പ്രാക്ടീസും പിന്നെ കുറച്ച് പർച്ചേസിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് ഒരിക്കലും എല്ലാ പ്രോഗ്രാംസിനും ഡാൻസിനൊക്കെ ഞാൻ കൂടെ പോവാറുണ്ട്. ഇപ്രാവശ്യം പോകാൻ പറ്റുന്ന ഒട്ടും വിചാരിച്ചിട്ടില്ല. കാരണം നല്ല അടിപൊളി പനിയായിരുന്നു 2 ദിവസം. ഇന്നാണ് കുറച്ചൊന്ന് ഓക്കെ ആയിട്ടുള്ളത്. നല്ല പനിയും ചുമയും ജലദോഷം എല്ലാം കൂടിയിട്ടൊക്കെ ഒരുമിച്ച് വന്നു. അപ്പോൾ ഇന്നാണ് ജസ്റ്റ് ഒന്ന് ഓക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എന്തായാലും നാളെ പോവാം എന്ന വിശ്വാസത്തിലാണ് എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാറു അവിടെ നിന്നിട്ട് മുന്നത്തെ ചിലങ്ക ഉണ്ടായിരുന്നു. മുന്നേ നമ്മൾ എന്തോ ആവശ്യത്തിനും ഫസ്റ്റ് ടൈം എന്തിനോ ആവശ്യത്തിന് മേടിച്ച് ചിലങ്ക അത് അവൾ കെട്ടിയിട്ട് ഡാൻസ് കളിക്കുകയാണ്. ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ ഇവിടെ വന്നിട്ട് കളിച്ചോന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളിക്കുകയാണ് കേട്ടോ. കണ്ടോ, ഓരോന്ന് ചേച്ചി കളിക്കണതിനനുസരിച്ചിട്ട് ചേച്ചി കളിക്കുമ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള വെച്ചിട്ടാണ് അവളും കൂടെ കളിക്കുന്നത്. കാരണം ഈ ചിലങ്കയാണ്, മുന്നത്തെ എന്നും ഉള്ള ചിലങ്കയാണ്. അപ്പോൾ അതിട്ട് അവൾ കുറുമ്പ് കട്ടിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നാളെ നേരത്തെ 5:30 ആകുമ്പോഴേക്കും നമ്മൾക്ക് വണ്ടി വരും. അപ്പോൾ അതിലായിരിക്കും നമ്മൾ പോകുക. അപ്പോൾ അതിന് വേണ്ട കുറേ കാര്യങ്ങളൊക്കെ എല്ലാം, കാരണം എന്തെങ്കിലും നമുക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അവിടെ നിന്ന് തിരിച്ച് വരാനോ ഒന്നും പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ടെല്ലാം മിസ് ചെയ്യാതെ എല്ലാം എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ തിരക്കാണ് കാണുന്നത്. അപ്പം ഈ ചിലങ്ക പൂജിക്കാഞ്ഞിട്ട് ചിലങ്കയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബാബ അതൊക്കെ എല്ലാം ശരിയാക്കിയതിന് ശേഷം നമ്മൾ അമ്പലത്തിൽ ഒന്ന് വൈകിട്ട് അമ്പലത്തിൽ പോയിട്ട് പൂജിച്ചതിന് ശേഷം നാളെ അത് കൊണ്ടുപോകും. പിന്നെ ഫുഡ് നമുക്ക് മാക്സിമം കൊണ്ടുപോകാൻ പറ്റുന്ന ഫുഡൊക്കെ നമ്മൾ കൊണ്ടുപോകും. കാരണം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ കാരണം എങ്ങനെയാണ് എപ്പോഴാണ് കിട്ടുകയെന്നൊന്നും അറിയില്ല. കുട്ടികളുണ്ട്, ഞാനുണ്ട്, അമ്മയും മോളും ആണ്, കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൃത്യസമയത്തിന് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്താണ് തീർച്ചയായും കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അമ്മ നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്കിത് കൈതപ്രം ദാമോദരൻ സാറാണ് ഇതിൻ്റെ വരികൾക്ക് അദ്ദേഹത്തിന് മകൻ ദീപു സാറാണ് സംഗീതം നൽകിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പിന്നീട് ഗായകൻ അനൂപ് ശങ്കറാണ് ആലപിച്ചിട്ടുള്ള ഗാനത്തിന് അനുസൃതമായാണ് ചലച്ചിത്ര താരം ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ നർത്തകർ ചുവട് വയ്ക്കുന്നത്.